നമ്മുടെ ജയരാജൻ മാഷെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം വിശ്രമ ജീവിതം നയിച്ച് പെൻഷൻ പറ്റി വേണമെങ്കിൽ മിണ്ടാതെ വീട്ടിലിരിക്കുക. അക്ഷരങ്ങളുടെ ഒരിക്കലും ക്ഷാരം അല്ലെങ്കിൽ നശിച്ചു പോകാത്ത അക്ഷരങ്ങളുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ഒരുപാട് എഴുത്തിലൂടെ ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം അസാധാരണമായൊരു പുസ്തകമാണ്. ഇപ്പോൾ അടുത്ത ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആലുവയിലേക്ക് പോയി. ആലുവയിൽ പോയപ്പോൾ അവിടുത്തെ നമ്മുടെ തലശ്ശേരി ബിഷപ്പിൻ്റെ ഒരു ബ്രദറാണ് അഗസ്റ്റിൻ പ്ലാമ്പാനി. അദ്ദേഹം ഒരു 3-4 PhD ഡോക്ടറേറ്റൊക്കെ ഉള്ള ആളാണ്. അദ്ദേഹം പോലും ഈ പുസ്തകത്തെ നിമിഷ നേരം കൊണ്ട് വായിച്ചെടുത്തതിന് ശേഷം പറഞ്ഞത് വിലപ്പെട്ട ഒരു അഭിപ്രായമാണ്. അതേസമയം എനിക്ക് നിങ്ങളെ എല്ലാവരും ഒരുമിച്ച് കാണാൻ കഴിയും. അത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു പരിമിതിയാണ്. ഞാനത് എൻ്റെ ഒരു പരിമിതിയായിട്ടാണ് കാണുന്നത്. അവിടെ നമ്മുടെ എല്ലാം ജീവിതം സമയത്തിൻ്റെ ക്ലിഷ്ടതയുണ്ട്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ക്ലിഷ്ടതയുണ്ട്. എനിക്കൊരേ സമയം എനിക്ക് മുന്നോട്ട് മാത്രമേ നോക്കാൻ കഴിയുള്ളൂ, പുറകോട്ട് നോക്കാൻ കഴിയുള്ളൂ. അവർ MA സൈക്കോളജിക്ക് ഈ വർഷം രജിസ്റ്റർ ചെയ്തു. MA സൈക്കോളജിക്ക് രജിസ്റ്റർ ചെയ്തു. അടുത്ത വർഷത്തിൽ പൂർത്തിയാക്കാം. അതായത് ഇതെന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും കൂടുതൽ വികാസം പ്രാപിക്കുന്നതിനനുസരിച്ച് എല്ലാ ആളുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഇത് തോന്നിയത്. അതായത് നമ്മൾ ഒരേ സമയം വ്യക്തികളാണ്. നമ്മളെല്ലാവരും ഒരേ സമയം വ്യക്തികളാണ്. അതേസമയം അതേ സമയം മനുഷ്യരുമാണ്. ഇപ്പൊ ജീവിതയുടെ ചെയർപേഴ്സണായിട്ടുള്ള എന്താ പേര് സംയുക്ത യഥാർത്ഥത്തില് ഒരു ചാരിറ്റബിൾ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുഴുകി നടക്കേണ്ട ഒരു വ്യക്തിയാണ്. എന്നാൽ ആ വ്യക്തിക്ക് തനിക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ വേണ്ട പോലെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതേസമയം ഒരു കാര്യം പ്രസന്റ് ചെയ്യാനില്ലാതെ 2 മണിക്കൂറും 3 മണിക്കൂറും 4 മണിക്കൂറും നമ്മുടെ മുമ്പിൽ നിന്ന് ബളബളാന്ന് വർത്താനം പറയുന്ന ആൾക്കാർ ഒരു കാര്യം ഉണ്ടാവില്ല. അതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെന്താണ് ഇത് രണ്ട് തലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ. അതായത് ഈ ചാരിറ്റബിൾ വർക്ക് വല്ലാതെ ഒച്ചയും ബഹളും ഉണ്ടാക്കി നടത്തേണ്ട ഒരു കാര്യം അല്ല. ഏതൊരു ചാരിറ്റി വർക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ എല്ലാ ആളുകളുടെയും ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതും ഭൗതിക നിലവാരം ഇല്ല എന്നുള്ളതല്ല അവിടെ പ്രശ്നം. ഭൗതിക നിലവാരം ഉള്ളത് കൊണ്ടാണ് അതങ്ങനെ ഇറങ്ങുന്നത്. ഭൗതിക നിലവാരം ഉള്ളത് കൊണ്ടാണ് അതിറങ്ങുന്നത്. പലപ്പോഴും ഈ ഒച്ചയും പാടും ഉണ്ടാകുന്നത് ഭൗതിക നിലവാരം ഞാൻ പറഞ്ഞ മോശമാവുകയുള്ളൂ. അതായത് വേണ്ടത്ര ഇതാണ് നമ്മുടെ പ്രവർത്തനങ്ങളെ 2 തരത്തിൽ നമ്മൾ കാണുന്നത്. അതായത് ഒന്ന് വ്യക്തിയുടെ തലത്തിൽ മനുഷ്യന്റെ തലത്തിൽ. നമ്മൾ രണ്ടും ഒരേ സമയം നമ്മൾ വ്യക്തിയുമാണ്, അതേസമയം നമ്മൾ മനുഷ്യന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവൻ്റെ ഒരു സ്പീഷീസ്, ഒരു ജീവജാതി എന്നുള്ള നിലയ്ക്ക് ആ ഒരു സ്പീഷീസിലുള്ള എല്ലാ മനുഷ്യരുമായിട്ട് ഉള്ള ഒരു സഹകരണം, അടുപ്പം, അവർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധങ്ങള്, സാമൂഹിക ബന്ധങ്ങള് അതൊക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പ്രവർത്തനമായിരിക്കും എപ്പോഴും ഒരു മനുഷ്യന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. അതേസമയം വ്യക്തിയുടെ കാര്യത്തിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മൾ പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ അറിയാം. പ്രകൃതിയിൽ നോക്കുമ്പോൾ പ്രകൃതിയിൽ ഇപ്പോൾ അണ്ണാനൊരു സ്പീഷീസാണ്. പക്ഷെ അണ്ണാനിലൊരു വ്യക്തി ഉണ്ടോ? ഇല്ല. കാക്കയിലൊരു വ്യക്തി ഉണ്ടോ? ഇല്ല. അപ്പൊ വ്യക്തി തുടങ്ങുന്നത് എവിടെ നിന്നാണ്? വ്യക്തി തുടങ്ങുന്നത് വ്യക്തിത്വത്തിൽ നിന്നാണ്. ഈ വ്യക്തിത്വം തുടങ്ങുന്നത് എവിടെ നിന്നാണ്? നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ അനന്തമായിട്ടുള്ള സ്പേസിലൂടെ, അതായത് ഭൗതികമായുള്ള ജീവിതത്തെ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട് അതിജീവിക്കാനുള്ളൊരു ശേഷി നമ്മളിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വ്യക്തിത്വം ഉണ്ടാകുന്നത്. അതായത് നമ്മൾ കൂടുതൽ ഭൗതികമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന
ഒരു കാര്യമാണ്. അവിടെയാണ് വ്യക്തിത്വം. അവിടെ ഈ കൂടുതൽ അന്വേഷണം, മത്സരം, അവിടെ ഒരു മത്സര പ്രവണത ഉണ്ടാവും. അവിടെയാണ് നമ്മുടെ പിന്നെ നമ്മൾ പൊതുവെ ഏറ്റവും കൂടുതൽ പറഞ്ഞു കേൾക്കുന്ന വാക്ക് വികസനം എന്നുള്ളതാണ്. വികസനം രാഷ്ട്രത്തെ വികസിപ്പിക്കുക, ലോകത്തെ വികസിപ്പിക്കുക, ഒക്കെ എല്ലാം വികസിപ്പിക്കുക, എല്ലാ കാര്യങ്ങളും ഈ പിന്നെ ബാഹ്യമായുള്ള പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും കണ്ടെത്തുക എന്നുള്ള ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അത് സഞ്ചരിക്കുക. അതേസമയം ഈ മനുഷ്യൻ്റെ ഒരു തലമാണ്. മനുഷ്യൻ്റെ ഒരു തലം കൂടുതൽ ഈ സൊസൈറ്റി, സാമൂഹിക ജീവിയായിട്ട് ഒരു സോഷ്യൽ ഇൻ്റഗ്രേഷൻ്റെ ആ ഒരു തലത്തിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ നിശബ്ദമായിട്ട് നടക്കുന്ന ഈ ഇത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ സമൂഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നത്, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതായത് ഒരേ സമയം മനുഷ്യനും വ്യക്തിയും രണ്ടും ഒന്നിൽ തന്നെയാണ്. ഈ മനുഷ്യൻ്റെ കാര്യത്തിലാണ് ഞാൻ ഇവിടെ സ്വഭാവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. വ്യക്തിയുടെ കാര്യത്തിലാണ് ഇവിടെ മനോഭാവം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഇനി അടുത്ത ഇനി കുറച്ച് കാലം ഇപ്പോൾ ഓരോരോ കാലം മാറിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നേരത്തെ സംസാരിച്ചത് ഈ ഫിസിക്സിൻ്റെ ഭൗതികശാസ്ത്രം മുന്നേറുന്ന ഫിസിക്സിൻ്റെ മേഖലയിൽ ഭയങ്കരമായിട്ടുള്ള പരിവർത്തനങ്ങളാണ്. പ്രത്യേകിച്ച് ക്വാണ്ടം തിയറി. ഫിസിക്സ് എപ്പോഴും ഒരു ഏതെങ്കിലും ആറ്റത്തിൻ്റെ അതിൻ്റെ മൈന്യൂട്ട് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ന്യൂട്രോൺ ഒരു പാർട്ടിക്കിളാണ്, പിന്നെ പ്രോട്ടോൺ പാർട്ടിക്കിളാണ്. അതേസമയം ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളാണ്, ഫോട്ടോൺ എന്ന് പറയുന്ന പാർട്ടിക്കിളാണ്. ഇതൊക്കെ വേവ് രീതി, ഇത്തരം കാര്യങ്ങൾ അതിന് കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഇവയുടെ ചലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്കാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇൻഡിവിജ്വലും ഓരോ പ്രപഞ്ചമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെയാണ് അത് അവസാനിച്ച് നിൽക്കുക. അതേസമയം രസതന്ത്രം അങ്ങനെയല്ല. രസതന്ത്രം മറ്റൊരു മേഖലയാണ്. രസതന്ത്രം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ പിന്നെ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയാണ്, ചെറിയ ഫാമിലിയാണ്, ഒരു കുടുംബമാണ്. അതിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, അതേപോലെ ചെറിയ ഫോട്ടോൺ, ഇത്ര അതൊരു ഫാമിലിയാണ്. ഇതിൻ്റെയൊക്കെ സ്വഭാവങ്ങളിലും ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഈ പിന്നെ ഒരു ആറ്റം മറ്റൊരു ആറ്റമായിട്ട്, അതായത് രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ബന്ധമാണ് അവിടെ വരുന്നത്. രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ബന്ധം ഇനി നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോഴോ അതിങ്ങനെ കാലം മാറി വന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ശരീരം അത്രയധികം പിന്നെ അണുക്കളുടെ ഒരു സംയോജനമാണ്. അതായത് ശരിക്കും പറയുമ്പോൾ കാര്യമായിട്ട് ഞാനതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി മാത്രമാണ്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അതായത് ഈ ആദ്യകാലത്ത് തത്വചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യൻ ഓരോരോ ഗോത്രങ്ങളെ വേറെ തുരുത്തുകളായിട്ട് നിൽക്കുമ്പോൾ തത്വശാസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് ശാസ്ത്രം വേറെ ആയിപ്പോ ശാസ്ത്രജ്ഞന്മാരെന്നെ അംഗീകരിച്ചു എല്ലാവരുടെയും മുന്നിലുള്ള തത്വങ്ങൾ. അതായത് ഇപ്പോൾ ഈ വിജ്ഞാനത്തിൻ്റെ ഏറ്റവും ടോപ്പായിട്ട് പിന്നെ ശാസ്ത്ര ലോകം അംഗീകരിച്ചുള്ളത് ഡോക്ടറേറ്റാണ്. ഡോക്ടറേറ്റ് പറയുമ്പോൾ കോളേജിൽ പോയി ചോദിച്ചു നോക്കുമ്പോൾ എന്താണ് ഡോക്ടറേറ്റ് എന്ന് ചോദിക്കുമ്പോൾ പലർക്കും അറിയുന്നില്ല എന്താണ് ഡോക്ടറേറ്റ്. ഡോക്ടറേറ്റ് പറഞ്ഞാൽ ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി. അതായത് ഏതൊരു വിഷയമാണോ ആ വിഷയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അത്രയല്ലോ. ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി, ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി ഇൻ കെമിസ്ട്രി, ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി ഇൻ ന്യൂറോളജി, ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി ഇൻ ഫിസിക്സ്, അല്ലെങ്കിൽ ഡോക്ടറേറ്റ് ഓഫ് ഫിലോസഫി ഇൻ ക്വാണ്ടം തിയറി. ഇങ്ങനെയാണ് ആ രീതി. ഇതിൽ കലാരംഗത്തുണ്ട്. കലാരംഗത്തിൻ്റെ എല്ലാ മേഖലയിലും പിന്നെ അവസാനം അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിലേക്കാണ് കിടക്കുന്നത്. അതായത് ഈ തത്വചിന്തയുടെ ഭാഗത്തേക്കാണ്. പിന്നെ അതാണ് ഞാൻ ഈ മേഖലയിൽ സൂചിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, പിന്നെ ഇതിനെ രണ്ടിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മനഃശാസ്ത്രത്തിൻ്റെ മേഖല. മനഃശാസ്ത്രത്തിൻ്റെ ഒരു മേഖല, മനഃശാസ്ത്ര മേഖല. അതേസമയം മനഃശാസ്ത്രത്തിൻ്റെ മേഖലയിൽ BSc സൈക്കോളജി ഉണ്ട്, BA സൈക്കോളജി ഉണ്ട്. അതായത് സൈക്കോളജി ആർട്സിൻ്റെ തലത്തിൽ നിന്നും കൊണ്ടും പഠിക്കുന്നുണ്ട്, കൗൺസിലിംഗ് ഒക്കെ പഠിച്ച്, പിന്നെ സയൻസിൻ്റെ മേഖലയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. MSc സൈക്കോളജി ഉണ്ട്, MA സൈക്കോളജി ഉണ്ട്.
അപ്പോൾ ഒരു ഒരു ഭാഗത്ത് നോക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും അടിസ്ഥാനമായിട്ട് തത്വങ്ങളാണ്. പിന്നെ രണ്ടാമത് എല്ലാവരും പിന്നെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായിട്ട് വരുന്നത് മനഃശാസ്ത്രമാണ്. ഇനി നാളെ പിന്നെ മേലാക്കം ഈ ന്യൂറോ സയൻസും ന്യൂറോളജിയിലൊക്കെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാട് പ്രകാരം ഈ AI മേഖലയൊക്കെ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഓരോ ഈ മനഃശാസ്ത്ര മേഖലയ്ക്ക് വളരെയധികം പ്രാമുഖ്യം വരും എന്നാണ് സമൂഹം അംഗീകരിക്കുന്നത്. അതായത് ചിലപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ മനഃശാസ്ത്രജ്ഞനെ കൂടെ കരുതേണ്ട ഒരു കാലഘട്ടം വന്നുകൂടായികയില്ല എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഈ സാധനം വരുമ്പോൾ പിന്നെ ഈ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ലെവലിലല്ലോ, നമ്മൾ ഉൾക്കൊള്ളുന്നില്ലല്ലോ, ഒന്നും ഉൾക്കൊള്ളുന്നില്ല. ചിപ്സ് തലയിൽ ഘടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈലിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ വേറെ ആളുടെ മൊബൈലിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാന്നുള്ള അവസ്ഥയിലേക്ക് അവിടെ നമ്മൾ ഒരു സാധനം ഉൾക്കൊള്ളുന്നില്ല, നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളേണ്ട കാര്യം വരുന്നില്ല. ആ രീതിയിലേക്കൊക്കെ അങ്ങനെ കാര്യങ്ങൾ പോകുമ്പോൾ മനുഷ്യൻ പിന്നെ ഉൾക്കൊള്ളുന്നിടത്താണ്. എന്തായാലും ഞാൻ പിന്നെ തൽക്കാലം ഇപ്പം തന്നെ വളരെ കൂടിപ്പോയി. പിന്നെ ഇതിൽ ഇവർക്ക് പ്രത്യേകിച്ച് ജീവിത ചാരിറ്റബിൾ ട്രസ്റ്റിനെ പിന്നെ വളരെ ഈ കാര്യത്തിൽ ഇത് ഓർഗനൈസ് ചെയ്തതിലേക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ ഈ മൈക്ക് വെറുതെ ഇനി എല്ലാവരും സ്വതന്ത്രമായിട്ടുള്ളൊരു സംഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്.